ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ക്ലാസ് 12 CBSE ഫിസിക്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ ഡെറിവേഷൻസ് വരുന്ന, ഏറ്റവും കൂടുതൽ നിങ്ങളെ കുഴപ്പിക്കുന്ന ന്യൂമറിക്കൽസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. സോ ആ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന പാറ്റേണിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അത് ഞാൻ സെലക്റ്റീവ് ആയിട്ട് എടുത്തിരിക്കുന്ന മെയിൻലി നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. ഈ ചാപ്റ്റർ ഇന്ന് നമുക്ക് ഫുൾ ചാപ്റ്റർ റിവിഷൻ ഉണ്ട്. ഇന്ന് 7 മണിക്കാണ്. ഈ ചാപ്റ്ററിനകത്തുള്ള മുഴുവൻ കോൺസെപ്റ്റുകളും എല്ലാം നമ്മൾ ഇന്ന് പഠിക്കും. അതിനു മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെൽഫായി വർക്കൗട്ട് ചെയ്താൽ എന്ത് ഉത്തരമാണ് കിട്ടുക എന്ന് നോക്കുക. അതിനുശേഷം മാത്രം ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള പോർഷൻസ് കാണുക. ആ രീതിയിൽ വേണം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ. എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി എനിക്ക് കോണ്ടന്റ് സ്ട്രോങ് ആക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, മറ്റൊന്നും ആലോചിക്കാതെ ഇന്ന് രാത്രി കൃത്യം 7 മണിക്കുള്ള ഫുൾ ചാപ്റ്റർ റിവിഷനിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. ഗംഭീരമായിട്ട് പഠിക്കാം. ചാപ്റ്ററിനകത്തുള്ള മുഴുവൻ കോൺസെപ്റ്റുകളും, എല്ലാ ഡെറിവേഷൻസും, എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇന്നത്തെ ലൈവിൽ ഉണ്ടായിരിക്കും. അതിന് പുറമെ ഈ കാണുന്ന PYQs കൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് തുടങ്ങിയാലോടാ. നമുക്ക് തുടങ്ങാം. സോ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ 2023 നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ചോദ്യമാണ്. 3 മാർക്കിന്റെ ചോദ്യമാണ്. പക്ഷെ ഇത് പ്രൊസീഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിന് 3 മാർക്കേ ഉള്ളൂ എന്നൊരു തോന്നലായിരിക്കും മേ ബി വരിക. സോ നമുക്ക് നോക്കാം. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ഏത് ചോദ്യം കിട്ടിയാൽ പോലും, ഏത് ചോദ്യം, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഏത് ചാപ്റ്റർ ഓറിയന്റഡ് ആണെങ്കിലും കൃത്യമായി മനസ്സിരുത്തി വായിക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒന്ന് വൺസ് തൊട്ട് സർഫേസ് ലെവൽ വായിക്കുമ്പോഴും ഇൻഡെപ്ത് ആയിട്ട് ചോദ്യം കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്യുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം ഈ ചോദ്യത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എ സീരീസ് LCR സർക്യൂട്ട്, ഒരു സീരീസ് LCR സർക്യൂട്ടിന്റെ കാര്യമാണ് ചോദ്യത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂവും ഇൻഡക്റ്റൻസിന്റെ വാല്യൂവും കപ്പാസിറ്റൻസിന്റെ വാല്യൂവും ചോദ്യത്തിനകത്ത് അവർ നൽകിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്, ഇൻഡക്റ്റൻസ് നൽകിയിട്ടുണ്ട്, കപ്പാസിറ്റൻസ് നമുക്ക് ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു സീരീസ് LCR സർക്യൂട്ട് ഒന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അത് ഒരു 200 വോൾട്ട് AC സപ്ലൈയുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് നൽകിയിട്ടുണ്ട്. അത് 200 ആണ്. AC സപ്ലൈ, റൈറ്റ്? ഓക്കെ, കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട്. നമുക്കറിയാം കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂവിനെയാണ് സൂചിപ്പിക്കുക എന്ന കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന എന്തിനെയായിരിക്കും? പീക്ക് വാല്യൂ ഓഫ് കറണ്ടിനെയാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അടുത്തത്, ആവറേജ് പവർ ട്രാൻസ്ഫേർഡ് ടു ദ സർക്യൂട്ട് ഇൻ 1 കംപ്ലീറ്റ് സൈക്കിൾ അറ്റ് റെസൊണൻസ്. സോ ബി പാർട്ട് ക്വസ്റ്റ്യനിൽ അവർ പെർട്ടിക്കുലർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് റെസൊണൻസ് കണ്ടീഷനിലുള്ള ആവറേജ് പവർ കണ്ടുപിടിക്കണം. സോ ബി പാർട്ട് ക്വസ്റ്റ്യനിൽ അവർ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്, അഥവാ റെസൊണൻസ് കണ്ടീഷനിലുള്ള ആവറേജ് പവർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്. സി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റർ. കപ്പാസിറ്ററിന് അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കണ്ടുപിടിക്കണം. സോ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. എല്ലാ ചോദ്യത്തിനും ഒരു മാർക്ക് വീതം ഒന്ന് അലോക്കേറ്റ് ചെയ്യുക. ടോട്ടലി 3 മാർക്കാണ് ഈ ചോദ്യത്തിനുള്ളത്. 2023 നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം, നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സോ ഈ പറയുന്ന ബി കൃത്യമായിട്ട് അനലൈസ് ചെയ്യാത്തൊരു കുട്ടിയാണെങ്കിൽ എ പാർട്ട് എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്ന കാര്യത്തിലോട്ട് നമുക്ക് ആദ്യം കടക്കാം. അതിനു മുമ്പ് നമുക്ക് ഗിവൺ ഡാറ്റാസ് ഒന്ന് എഴുതി വെക്കാം. എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്നത്? റെസിസ്റ്റൻസിന്റെ വാല്യൂ ഫസ്റ്റ് ഓഫ് ഓൾ അതല്ലേ ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്നത്. റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. എത്രയാണ്? 20 ഓം ആണ്. ഞാൻ ആദ്യം എഴുതി വെക്കട്ടെ. ദാറ്റ് ഈസ് R = 20 ഓം. അടുത്തായിട്ട് എന്താ നൽകിയിരിക്കുന്നത്? ഇൻഡക്റ്റൻസിന്റെ വാല്യൂ ആണ് 2 ഹെൻറി ആണ്. സോ L = 2 ഹെൻറി. നെക്സ്റ്റ് വൺ, അടുത്ത എന്താണ്? കപ്പാസിറ്റൻസ് = 50 മൈക്രോ ഫാരഡ് ആണ് കേട്ടോ. സോ C = 50 മൈക്രോ ഫാരഡ്. നമുക്കറിയാം നമ്മൾ മൈക്രോ ഫാരഡിലല്ല എക്സ്പ്രസ് ചെയ്യുക, നമ്മൾ ഫാരഡിലാണ്. സോ അതിനാൽ തന്നെ 50 × 10⁻⁻6 ഫാരഡ്. നമുക്കതിനെ ഫാരഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. അടുത്തായിട്ട് ചോദ്യത്തിൽ നൽകിയിരിക്കുന്നതാണ് AC-യുടെ സപ്ലൈ വോൾട്ടേജ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം AC-യുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞ് ചോദ്യത്തിൽ തരുന്ന വാല്യൂ എന്ത് തന്നെയായിരിക്കും? ഉറപ്പായും അത് RMS വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ VRMS എത്രയാണ്? 200 വോൾട്ട് ആണ്. VRMS = 200 വോൾട്ട് ആണ്. വേറെ എന്തെങ്കിലും ചോദ്യത്തിനകത്ത് മെൻഷൻഡ് ആണോ? അല്ല, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചോദ്യത്തിനകത്ത് നൽകിയിട്ടുള്ളൂ. നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്ത് നോക്കിയാലോ? നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്ത് നോക്കാം. സോ എ ക്വസ്റ്റ്യൻ, റൈറ്റ്, ശ്രദ്ധിക്കണം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ്. സംശയമില്ലാലോ, ആർക്കും തന്നെ സംശയം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. ഫോർമുല അറിയാലോ, I0 =
V0 ഡിവൈഡഡ് ബൈ ഇതെങ്ങനെയുള്ള സർക്യൂട്ടാണ്? നമുക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇതൊരു സീരീസ് LCR സർക്യൂട്ട് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് അപ്പൊ I0 ഈക്വൽ ടു V0 ബൈ ഒരു സീരീസ് LCR സർക്യൂട്ടിലെ ഒപ്പോസിംഗ് ഫാക്ടറായ ഇംപിഡൻസ് ആണ് താഴെ എഴുതേണ്ടത് എന്നായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിലോട്ട് വരിക. ശരിയല്ലേ? ഒരു സംശയമില്ലല്ലോ, ആർക്കും തന്നെ സംശയമില്ലല്ലോ. നിങ്ങൾ ആദ്യം വിചാരിക്കുന്നത് I0 ഈക്വൽ ടു V0 ബൈ Z, കാരണം ഇതൊരു സീരീസ് LCR സർക്യൂട്ട് ആണ്, അവിടെയുള്ള ഒപ്പോസിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇംപിഡൻസ് ആണ് എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരിക. പക്ഷേ ഇവിടെ ഇംപിഡൻസ് ആണോ കൊടുക്കേണ്ടത് എന്ന കാര്യം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. റൈറ്റ്, സപ്പോസ് നമ്മൾ ഇവിടെ ഇംപിഡൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇംപിഡൻസിന്റെ ഫോർമുല എന്താണ്? Z ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC മൈനസ് XL ഹോൾ സ്ക്വയർ. ഇതാണ് ഫോർമുല. നമ്മുടെ കൈവശം റെസിസ്റ്റൻസ് ഉണ്ട്, തർക്കമില്ല. കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും കണ്ടുപിടിക്കാനുള്ള എല്ലാ പാരാമീറ്റേഴ്സും കൈവശം ഉണ്ടോ എന്നൊന്നും ആലോചിച്ച് ചെയ്താ. അതായത് ഇപ്പൊ സപ്പോസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എടുക്കാം. XL ഈക്വൽ ടു L ഒമേഗയാണ്. നമ്മുടെ കൈവശം ഇൻഡക്റ്റൻസ് ഉണ്ട്. ഒമേഗയുണ്ടോ? ആംഗുലർ ഫ്രീക്വൻസി നൽകിയിട്ടുണ്ടോ? ഇല്ല. ശ്രദ്ധിച്ചു നോക്കണം, നമ്മുടെ കയ്യിൽ ആംഗുലർ ഫ്രീക്വൻസിയായി ബന്ധപ്പെട്ട എന്തെങ്കിലും പാരാമീറ്റർ ഉണ്ടോ? ഇല്ല. അടുത്തായിട്ട് സപ്പോസ് ഒമേഗയ്ക്ക് വരെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം അല്ലെ, L × 2πf കൊടുക്കാം. സോ അപ്പോഴും നമുക്ക് എന്ത് വേണം? ഫ്രീക്വൻസി വേണം. ഒന്നില്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി വേണം. ഇതിനകത്ത് ഫ്രീക്വൻസി നൽകിയിട്ടുണ്ടോ? ഇല്ല, ഫ്രീക്വൻസി നൽകിയില്ല. കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ കേസിലും അതുപോലെ തന്നെയാണ്. സോ XC ഈക്വൽ ടു 1/C ഒമേഗയാണ്, അല്ലെങ്കിൽ 1 ഡിവൈഡ് ബൈ C × 2πf ആണ്. ഇതിനകത്ത് ഒമേഗയും ഇല്ല, എഫും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? നിങ്ങൾ തന്നെ ആലോചിച്ചു പറ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ഒമേഗയും ഇല്ല, എഫും ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണോ, അതായത് നമുക്കൊരിക്കലും ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ആംഗുലർ ഫ്രീക്വൻസിയും ഇല്ലാതെ ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലോട്ട് വരും. അങ്ങനെ മനസ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചേ, അഥവാ B ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചേ. ദ ആവറേജ് പവർ ട്രാൻസ്ഫർ ടു ദ സർക്യൂട്ട് ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ അറ്റ് റെസൊണൻസ്. സോ B ക്വസ്റ്റ്യനിലാണ് A ക്വസ്റ്റ്യന്റെ ലീഡ് അവർ നൽകിയിരിക്കുന്നത്. അഥവാ ഇത് റെസൊണൻസ് കണ്ടീഷൻ ആണ്, ഇത് റെസൊണൻസ് കണ്ടീഷൻ ആണെന്ന് ഉറപ്പിക്കുക. അല്ലാതെ ഒരിക്കലും ഇംപിഡൻസ് കണ്ടുപിടിച്ച് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കുന്നത് പോസിബിൾ അല്ല. സോ ഇത് റെസൊണൻസ് കണ്ടീഷൻ ആണ് എന്ന കാര്യം മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഇനി പ്രൊസീഡ് ചെയ്യാൻ എളുപ്പമല്ലേ? സോ അതിനാൽ തന്നെ ഇവിടെ നമുക്ക് ഇംപിഡൻസ് വെച്ചിട്ടല്ല പ്രൊസീഡ് ചെയ്യേണ്ടത്, ശരിയല്ലേ? നമുക്ക് എന്ത് വെച്ച് പ്രൊസീഡ് ചെയ്യണം? I0 ഈക്വൽ ടു V0 ഡിവൈഡ് ബൈ എന്താണ് താഴെ കൊടുക്കേണ്ടത്? നമുക്കറിയാം, അറ്റ് റെസൊണൻസ് കണ്ടീഷനിൽ ഒരു സീരീസ് LCR സർക്യൂട്ട് എന്തായിട്ടാണ് മക്കളെ ബിഹേവ് ചെയ്യുക? റെസൊണൻസ് കണ്ടീഷനിൽ ഒരു സീരീസ് LCR സർക്യൂട്ട് എന്തായിട്ടാണ് മക്കളെ ബിഹേവ് ചെയ്യുക? യെസ്, ഇറ്റ് ബിഹേവ് ലൈക്ക് എ പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ അതൊരു പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. സോ അവിടെയുള്ള ഒപ്പോസിംഗ് ഫാക്ടർ എന്തായിരിക്കും? അത് റെസിസ്റ്റൻസ് തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട. സോ V0 ഡിവൈഡഡ് ബൈ R എന്ന രീതിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. I0 ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ R എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റീപ്ലേസ് ചെയ്യാം. സെറ്റ്. കൃത്യമായി വ്യക്തമായി കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? ആയി എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. ഇനി നമുക്ക് I0 കണ്ടുപിടിക്കാം. വളരെ എളുപ്പത്തിൽ, വളരെ ലളിതമായി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? I0 കണ്ടുപിടിക്കാം. സോ I0 ഈക്വൽ ടു V0 എത്രയാണ്? അടുത്ത പൊല്ലാപ്പില്ലേ, VRMS കയ്യിലുള്ള V0 ഇല്ല. പക്ഷെ അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലോടാ. എന്താണ് നമുക്ക് അറിയുന്ന ഫോർമുല? VRMS ഈക്വൽ ടു VRMS ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ √2 ആണ്. അപ്പോൾ V0 ഈക്വൽ എന്ത് വരും? VRMS ഇൻറ്റു √2. VRMS 200 അല്ലേ? സോ 200 ഇൻറ്റു √2. റൈറ്റ്. സോ V0 നമുക്ക് കിട്ടി 200 ഇൻറ്റു √2 ആണ്. നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ 200 ഇൻറ്റു √2 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ചോദ്യത്തിൽ നൽകിയിട്ടുണ്ടല്ലോ, 20 ആണ്. സോ ഡിവൈഡഡ് ബൈ 20. സെറ്റ് അല്ലേ? ഒരു സംശയമില്ലാലോടാ. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം മക്കളെ. 20ഉം 200ഉം ക്യാൻസൽ ചെയ്താൽ 100 എന്ന് കിട്ടും. സോ ഗൈസ്, I0 ഈക്വൽ ടു 100 ഇൻറ്റു √2. √2ന്റെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയാലോടാ. സോ 100 ഇൻറ്റു 1.414 ദാറ്റ് ഈസ് ഈക്വൽ ടു 14.14 ആംപിയർ. സോ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് കിട്ടി. അത് എത്രയാണ്? 14.14 ആംപിയർ ആണ്. കൃത്യമായി കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? അതായത് എങ്ങനെയെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാം എന്നതിലുപരിയായിട്ട് അതിന്റെ എല്ലാ ഡയമെൻഷൻസിലും ആ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ അനലൈസ് ചെയ്യുക. എന്നിട്ട് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിലോട്ട് നിങ്ങൾ കൊണ്ടുവരിക. റൈറ്റ്. ഓക്കെ. അപ്പോൾ A ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞു. ദർ ഇസ് എ B ക്വസ്റ്റ്യൻ. B ക്വസ്റ്റ്യൻ ആണ്
ആ പറയുന്ന റെസൊണൻസ് കണ്ടീഷനിലുള്ള ആവറേജ് പവർ കണ്ടുപിടിക്കുക. സോ ഗൈസ് വി ഹാവ് ടു ഫൈൻഡ് ദ ആവറേജ് പവർ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ. ഞാൻ അടുത്ത സ്ലൈഡിൽ തുടങ്ങാം. സോ ഇറ്റ് ഈസ് ദ ബി ക്വസ്റ്റ്യൻ, റൈറ്റ്? റെസൊണൻസ് കണ്ടീഷനിലുള്ള ആവറേജ് പവർ നമുക്ക് കണ്ടുപിടിക്കണം. അറിയുന്ന ഇക്വേഷനിലടാ മക്കളെ, ആവറേജ് പവർ ഈക്വൽ ടു റെസൊണൻസ് കണ്ടീഷനിലാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, അത് VRMS ഇൻറ്റു IRMS ആണ്. അത് VRMS ഇൻറ്റു IRMS ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം കോസ് ഫൈ വേണ്ട, അവിടെ ഫേസ് ഡിഫറൻസ് 0 ഡിഗ്രി ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ സിംപ്ലി ആവറേജ് പവർ ഈക്വൽ ടു VRMS ഇൻറ്റു IRMS എന്ന രീതിയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ കൈവശം എല്ലാ കാര്യങ്ങളും ഉണ്ട്. VRMS ഉണ്ട്. VRMS എത്രയാണ്? VRMS എന്ന് പറഞ്ഞാൽ 200 ആണ്. ഓക്കേടാ, 200 പെട്ടച്ചു. IRMS ഉണ്ടോ? ഇല്ല, നമ്മുടെ കൈവശം IRMS ഇല്ല. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? I0 ഉണ്ട്. നമുക്ക് IRMS കണ്ടുപിടിച്ചാലോ? IRMS കണ്ടുപിടിക്കാം. എളുപ്പമല്ലടാ മക്കളെ. IRMS ഈക്വൽ ടു I0/√2 എന്ന് എഴുതാം, അല്ലെങ്കിൽ VRMS ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് IRMS ഈക്വൽ ടു I0/√2 എഴുതിയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും, അല്ലെങ്കിൽ VRMS/R എന്ന് എഴുതിയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. VRMS എത്രയാണ്? 200 ആണ്. റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? 20 ആണ്. ഇതല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം. സോ 200/20 വെട്ടിക്കളയാം. വെട്ടിപ്പോയി. അപ്പൊ എത്രയാണ്? 10 എന്ന് കിട്ടി. സോ എത്രയാണ് മക്കളെ നമ്മുടെ IRMS എന്ന് പറഞ്ഞാൽ? 10 ആംപിയർ ആണ് IRMS എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? സോ 200 ഇൻറ്റു 10 എത്രയാണ്? 2000 വാട്ട് പവർ അല്ലേ? സോ 2000 വാട്ടാണ് നമ്മുടെ ആവറേജ് പവർ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഈ ചോദ്യ പേപ്പറുകൾ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കാൻ പോകുന്ന ചോദ്യം. ഇതിന്റെ സി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ചുമ്മാ തള്ളാൻ വേണ്ടി പറയുമല്ല. സി പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളാം. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിന് അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റർ. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ നമ്പർ സി. പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെ ഫോർമുല എഴുതുവാണ്. കപ്പാസിറ്ററിന് അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ്. സോ വി ഈക്വൽ ടു, നമുക്ക് എപ്പോഴും വോൾട്ടേജ് ഈക്വൽ ടു കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ്, ആ രീതിയിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. സോ വി ഈക്വൽ ടു ഇവിടെയുള്ള കറന്റ് IRMS ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്? ഇവിടെയുള്ള റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന് അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ്. സോ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, ഇവിടെയുള്ള ഒപ്പോസിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. യെസ്, ഇവിടെയുള്ള ഒപ്പോസിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളുടെ പലരുടെയും മനസ്സിൽ വരുന്ന അടുത്തൊരു തെറ്റിദ്ധാരണ എന്താ അറിയോ? സാർ, ഇത് റെസൊണൻസ് കണ്ടീഷൻ അല്ലേ? സോ അവിടെ ആകെ റെസിസ്റ്റൻസ് മാത്രമല്ലേ ഒപ്പോസിംഗ് ഫാക്ടർ ആയിട്ടുള്ളൂ എന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കാം. മക്കളെ, അങ്ങനെയല്ല. റെസൊണൻസ് കണ്ടീഷനിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഒക്കെ ഉണ്ട്. പക്ഷെ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആണ് എന്ന കാര്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അല്ലാതെ ഇവ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഉറപ്പായും അവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഉണ്ട്. ബട്ട് ദേ ആർ ഈക്വൽ, റൈറ്റ്? അത് മനസ്സിലാക്കുക. സോ VC ഈക്വൽ ടു IRMS ഇൻറ്റു XC എന്ന രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഓക്കെ അല്ലേ? ഇത് വലിയ പ്രശ്നമില്ലല്ലോ, ആർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ IRMS നമ്മുടെ കൈവശമുണ്ട്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 10 ആംപിയർ ആണ്. XC കൂടി കണ്ടുപിടിച്ചാൽ പോലെ എളുപ്പമല്ലേ XC കണ്ടുപിടിക്കാൻ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ ഫോർമുല എന്താണ്? 1/z⍵. കപ്പാസിറ്റൻസ് ഉണ്ട്, ഒമേഗ ഇല്ല, ആംഗുലർ ഫ്രീക്വൻസി ഇല്ല. സോ നമുക്ക് അടുത്തൊരു നിങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ഒമേഗയ്ക്ക് പകരം എന്ത് കൊടുക്കാന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുക. ദാറ്റ് ഈസ് 1/c ഇൻറ്റു 2πf വെച്ചിട്ട് പഠിക്കാം. അപ്പോഴും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് നമ്മുടെ കൈവശം ഫ്രീക്വൻസി ഇല്ല, അഥവാ റെസൊണൻസ് ഫ്രീക്വൻസി ഇല്ല. സോ അവർ നെക്സ്റ്റ് ടാർഗറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് റെസൊണൻസ് ഫ്രീക്വൻസി. നമ്മൾ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ സാധിക്കുക? വളരെ എളുപ്പമാണ്. ഫോർമുല അറിയാലോ. F ഈക്വൽ ടു 1/2π√LC. ഇതാണ് ഫോർമുല. 1/2π√LC. എല്ലാം നമ്മുടെ കൈവശമുണ്ട്. F ഈക്വൽ ടു 1/2π√L എത്രയാടാ? ഇൻഡക്റ്റൻസ് എത്രയാണ്? വാട്ട് ഈസ് വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ്? ഐപാഡ് ഒക്കെ ഹാങ് ആവില്ല എന്നൊക്കെ വെറുതെ പറയുന്ന കേട്ടോ. എനിക്ക് മുമ്പത്തെ സ്ലൈഡ് എടുക്കാൻ തന്നെ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുന്നുണ്ട്. ഇൻഡക്റ്റൻസ് 2ഉം കപ്പാസിറ്റൻസ് 50 × 10⁻⁶ ആണ്. ഞാൻ കൊടുക്കുവാണേ. ഇൻഡക്റ്റൻസ് 2ഉം കപ്പാസിറ്റൻസ് 50 × 10⁻⁻6 ആണ്. റെഡി അല്ലേ? ഓക്കെ ആണോ? സംശയമില്ലാലോ, ആർക്കും തന്നെ സംശയമില്ലാലോ. സെറ്റ് അല്ലേ? നോക്കിയാലോടാ, നമുക്ക് നോക്കാം. റെഡി? നമ്മളിതാ പെട്ടയ്ക്കാൻ പോകുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു
1 ഡിവൈഡഡ് ബൈ 2π റൂട്ട് ഓഫ് 50 ഇൻറ്റു 2 100 100 ഇൻറ്റു 10⁻⁻6 എന്ന് വെച്ചാൽ 10⁻⁻4 റൂട്ട് ഓഫ് 10⁻⁻4 10⁻⁻2. സോ എങ്ങനെ കൊടുക്കാം? ദിസ് എഫ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു 10⁻⁻2. 10⁻⁻2 മുകളിലോട്ട് പോകുമ്പോൾ 100 ആവും. 100 ഡിവൈഡഡ് ബൈ 2π ആയിട്ട് മാറും. ക്യാൻസൽ ചെയ്യട്ടാ, 2ഉം 100ഉം ക്യാൻസൽ ചെയ്താൽ 50 ആണ് വരിക. സോ ഫ്രീക്വൻസി ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ പൈ ഹെർട്സ്. 50 ഡിവൈഡ് ബൈ പൈ ഹെർട്സ് ആണ് നമ്മുടെ എന്ന് പറയുക, നമ്മുടെ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുക. സോ നമുക്ക് എന്ത് കിട്ടി മക്കളെ? നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസി ഇവിടെ കിട്ടി. പക്ഷെ നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസി മാത്രം മതിയോ? പോരാ. നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസി മാത്രം പോരാടാ. നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? കൃത്യമായിട്ട് നമുക്ക് ഒപ്പോസിംഗ് ഫാക്ടർ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കണ്ടുപിടിക്കണം. സോ പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെ ഫോർമുല ദാറ്റ് ഈസ് വി സി ഈക്വൽ ടു IRMS ഇൻറ്റു XC. ഇനി പെട്ടയ്ക്കാലോ. സോ വി സി ഈക്വൽ ടു IRMS ഇൻറ്റു XC യുടെ ഫോർമുല എന്താണ്? 1/c ഒമേഗ. നമുക്ക് എഗെയിൻ ഒമേഗ അറിയില്ല, പക്ഷെ എഫിന്റെ ടേംസിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കടാ. സോ വി സി ഈക്വൽ ടു IRMS ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സി ഇൻറ്റു ഒമേഗയ്ക്ക് വരം 2πf. ഇപ്പോൾ നമുക്ക് എല്ലാം അറിയാലോ. ഇപ്പോൾ നമുക്ക് എല്ലാം ഇതിനകത്ത് അറിയാം, കണ്ടുപിടിക്കാലോ. സോ വി സി ഈക്വൽ ടു IRMS എത്രയാടാ? IRMS എവിടാ? IRMS ഈക്വൽ ടു 10. സോ 10 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സി എത്രയാണ്? 50 ഇൻറ്റു 10⁻⁻6 ആണ് ഇൻറ്റു 2π ഇൻറ്റു എഫ് എത്രയാണ്? എഫ് കണ്ടുപിടിച്ചു 50/π. സോ 50 ഡിവൈഡഡ് ബൈ പൈ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ദാ പൈയും പൈയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നോക്കടാ, വി സി ഈക്വൽ ടു 10 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 2 ഇൻറ്റു 50 എത്രയാണ്? 100. 2 ഇൻറ്റു 50 again 100 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. നമുക്ക് ഇവിടെയും വേണമെങ്കിൽ ഫർദർ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ നോക്കടാ. 10ഉം 100ഉം ക്യാൻസൽ ചെയ്താൽ ഒരു 10 എന്ന് കിട്ടും. റെഡി? ഓക്കെ. അപ്പൊ ഇതിനെ അഗെയിൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. വി സി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു ഇവിടെ ഓൾറെഡി 10⁻⁻6 ഉണ്ട്, ഇൻറ്റു 10 വരും. അപ്പോൾ 10⁻⁻5 അല്ലേ വരിക? 10⁻⁻5. സോ ഈ 10⁻⁻5 നമുക്ക് മുകളിലോട്ട് ഇടാം. 10⁻5 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. സോ വി സി ഈക്വൽ ടു, സോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യും. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ സിംപ്ലിഫൈ ചെയ്യുന്നത് കേട്ടോ. സോ സിംപ്ലി 100 ഇൻറ്റു 10³ ഡിവൈഡഡ് ബൈ 50 എന്ന് എഴുതാം. സോ ഇവിടെയുള്ള 50ഉം 100ഉം ക്യാൻസൽ ചെയ്തു 2 ടൈംസ്. സോ വി സി ഈക്വൽ ടു 2 ഇൻറ്റു 10³ എത്രയാണ്? 2000. So 2000 volt is the potential drop across the capacitor. കപ്പാസിറ്ററിന് അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണ്? അത് 2000 വോൾട്ട് ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൃത്യമായി ആലോചിച്ച് നിങ്ങൾ ഓരോരുത്തരും പ്രൊസീഡ് ചെയ്യേണ്ട ചോദ്യമാണ്. ധൃതി കാണിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടില്ല. സോ വലിയ ചോദ്യമാണ്. പക്ഷേ ഇതിന് നമുക്ക് വിലയിടുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ വെറും 3 മാർക്കാണ്. നിങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സ്പെൻഡ് ചെയ്ത ടൈമിന്റെ പകുതിയോളം ടൈമെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. കാരണം ഞാൻ വളരെ സാവകാശത്തോടെ നിങ്ങൾക്ക് കൺവേ ചെയ്തെടുക്കുമ്പോൾ ഇത്രയും സമയം എടുക്കുമെങ്കിൽ നിങ്ങൾ അതിന്റെ പകുതി സമയമെങ്കിലും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൂടി കുറച്ചിട്ട് മാക്സിമം സ്പീഡപ്പ് ആക്കി നിങ്ങൾ ഇത് ചെയ്യാൻ സാധിക്കണം. ഗംഭീരമായിട്ട് പഠിക്കുക. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം മക്കളെ. നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്തതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാണുമ്പോൾ ഒരു MCQ കൈൻഡ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ 1 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ 1 മാർക്കിൽ ഉപരിയായിട്ട് നമുക്ക് എഫേർട്ട് ഇടണ്ട, കുറച്ചുകൂടി കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പ്രൊസീഡ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. എ കപ്പാസിറ്റർ ആൻഡ് ആൻ ഇൻഡക്ടർ ആർ കണക്റ്റഡ് in 2 different AC സർക്യൂട്ട്. സോ ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും 2 വ്യത്യസ്തമായ AC സർക്യൂട്ടുകളിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടിലും ഓരോ ബൾബ് കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സർക്യൂട്ടിലും ഓരോ ബൾബ് ഉണ്ട്. അഥവാ ഒരു AC സപ്ലൈ കൊടുക്കുന്ന ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഉണ്ട്, അതിനകത്ത് ഒരു ബൾബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു AC സപ്ലൈ കൊടുക്കുന്ന കപ്പാസിറ്റീവ് സർക്യൂട്ട് ഉണ്ട്, അതിനകത്തും ഒരു ബൾബ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ദ ബൾബ് ഗ്ലോസ് മോർ ബ്രൈറ്റ്ലി വെൻ. എപ്പോഴാണ് ആ ബൾബിന്റെ പ്രകാശം ഏറ്റവും കൂടുതലായിരിക്കുക? ഈ പറയുന്ന ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെയും കപ്പാസിറ്റീവ് സർക്യൂട്ടിലെയും കുറച്ച് കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് ഏത് കേസിലാണ് ബൾബിന്റെ പ്രകാശം ഏറ്റവും കൂടുതലായിരിക്കുക എന്നാണ് കണ്ടുപിടിക്കുന്നത്. നോക്കിയാലോ? ഓക്കെ ഫൈൻ. സോ ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത്, ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ ഇൻഡക്ടർ ഇൻക്രീസ്ഡ്.
ഇൻഡക്ടറിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുന്ന കാര്യമാണ് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ഇൻക്രീസ്ഡ്, അഥവാ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള ദൂരം കൂട്ടുന്ന സാഹചര്യം. മൂന്നാമത്തെ ഈ പറയുന്ന ഇൻഡക്ടറിനകത്ത് ഒരു അയൺ റോഡ് ഇൻസേർട്ട് ചെയ്യുന്ന കാര്യം. നാലാമത്തെ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്ക് നടുവിൽ ഒരു ഡൈലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം. ഇതിനകത്ത് ഏത് സാഹചര്യത്തിലാണ് ബൾബിന്റെ ബ്രൈറ്റ്നസ് ഏറ്റവും കൂടുതലെന്ന് നമുക്ക് നോക്കിയാലോ? നമുക്ക് നോക്കാം, എല്ലാവരും ശ്രദ്ധിക്കണം. സോ ഒന്നാമത്തെ കാര്യത്തിലോട്ട് കിടക്കാം. എ ആണ് ഒന്നാമത്തെ കാര്യം. എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി ഇൻഡക്ടർ ഇൻക്രീസ്ഡ്. ഇൻഡക്ടറിന്റെ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ കൂട്ടുവാണ്. നമുക്കറിയാം ഇൻഡക്ടറിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും ഇൻഡക്റ്റൻസ് കൂടും. നമ്മുടെ ഒപ്പോസിംഗ് ഫാക്ടർ എന്താണ്? എക്സൽ ആണ്. എക്സലിന്റെ ഫോർമുല എന്താണ്? എൽ ഒമേഗയാണ്. ശരിയല്ലേ? എക്സലിന്റെ ഫോർമുല എൽ ഒമേഗയാണ്. നമുക്കറിയാം ഇൻഡക്റ്റൻസ് കൂടിയാൽ ഒപ്പോസിംഗ് ഫാക്ടറായ എക്സൽ കൂടും. റൈറ്റ്, ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ ഇൻഡക്റ്റൻസ് കൂടും. ഇൻഡക്റ്റൻസ് കൂടിയാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടും. അടുത്തത്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടിയാലോ കറണ്ട് എന്ത് ചെയ്യും? ഉറപ്പായും കറണ്ട് കുറയും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടിയാൽ കറണ്ട് കുറയും, കാരണം ഒപ്പോസിംഗ് ഫാക്ടർ ആണ് കൂടുന്നത്. സോ ആ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ കുറയും. കറണ്ട് ഫ്ലോ കുറഞ്ഞാലോടാ ബൾബിന്റെ ബ്രൈറ്റ്നസിന് എന്താണ് സംഭവിക്കുക? ബ്രൈറ്റ്നസ് എന്ത് സംഭവിക്കും? യെസ്, ബ്രൈറ്റ്നസ് ഓൾസോ ഡിക്രീസസ്. ബ്രൈറ്റ്നസ് കുറയും. ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും? ബ്രൈറ്റ്നസ് കുറയും. കാര്യം മനസ്സിലായില്ലേ? നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ ഇൻഡക്റ്റൻസ് കൂടും. ഇൻഡക്റ്റൻസ് കൂടിയാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടിയാൽ ആ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ബൾബിന്റെ ബ്രൈറ്റ്നസ് കുറയും. റൈറ്റ്. അടുത്ത ബി, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ഈസ് ഇൻക്രീസ്ഡ്. അതായത് നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, സി ഈക്വൽ ടു എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി. ബേസിക് ഇക്വേഷൻ ആണ്. ഇവിടെ ഈ പറയുന്ന പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ കൂട്ടുന്നു എന്നാണ് പറയുന്നത്. സോ ഡി കൂടുന്നു. ഡി കൂടിയാൽ കപ്പാസിറ്റൻസ് കുറയില്ലേ? ഡി കൂടിയാൽ കപ്പാസിറ്റൻസ് കുറയില്ലേ? തീർച്ചയായും ഡി കൂടിയാൽ കപ്പാസിറ്റൻസ് കുറയും, ബിക്കോസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അടുത്ത നമ്മുടെ കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ ഫോർമുല എന്താണ്? എക്സ് സി ഈക്വൽ ടു 1/c ഒമേഗയാണ്. സോ കപ്പാസിറ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടും. കപ്പാസിറ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടും. കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടിയാലോ? കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടിയാലോ ഉറപ്പായും കറണ്ട് കുറയില്ലേ? കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറയും. സോ ഇത് ഞാൻ കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. കറണ്ട് കുറഞ്ഞാൽ ഉറപ്പായും ബ്രൈറ്റ്നസ് കുറയും. റൈറ്റ്, സംശയമില്ലാലോ? ആർക്കും സംശയമില്ലാലോ? സിമ്പിളായ പരിപാടിയാണ്. സോ ബി എന്ന് പറയുന്ന കേസിലും ബ്രൈറ്റ്നസ് കുറയുകയാണ് ചെയ്യുക, ബ്രൈറ്റ്നസ് കൂടുന്നില്ല. അടുത്ത് സിയിലോട്ട് കിടക്കാം. അയൺ റോഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഇൻഡക്ടർ. ഇൻഡക്ടറിനകത്തോട്ട് നമ്മൾ അയൺ റോഡ് ഇൻസേർട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ അയൺ റോഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെയുള്ള ഇൻഡക്റ്റൻസ് കൂടും. അയൺ റോഡ് ഇൻസേർട്ട് ചെയ്താൽ ഇൻഡക്റ്റൻസ് കൂടും. ഇൻഡക്റ്റൻസ് കൂടിയാൽ നമുക്കറിയാം എക്സ് എൽ ഈക്വൽ ടു എന്താണ്? എൽ ഒമേഗയാണ്. സോ ഇൻഡക്റ്റൻസ് കൂടിയാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടിയാലോ നമ്മളിപ്പോ പറഞ്ഞ പോലെ എന്താണ്? കറണ്ട് കുറയും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടിയാൽ കറണ്ട് കുറയും, ബ്രൈറ്റ്നസും കുറയും. കറണ്ട് കുറയും, ബ്രൈറ്റ്നസും കുറയും. സോ ആദ്യത്തെ 3 കേസുകളിൽ ബ്രൈറ്റ്നസ് കൂടുകയല്ല, മറിച്ച് ബ്രൈറ്റ്നസ് കുറയുകയാണ്. സോ ദർ ഈസ് എ ഫോർത്ത് കണ്ടീഷൻ, ഓപ്ഷൻ ഡി. എന്താണ്? A dielectric is introduced into the gap of the plates of the capacitor. കപ്പാസിറ്റർ പ്ലേറ്റുകൾക്ക് ഇടയിൽ നമ്മളൊരു ഡൈലക്ട്രിക് കൊണ്ടുവരുന്ന കാര്യമാണ്. സോ ഇക്വേഷൻ അറിയാം, സി ഈക്വൽ ടു കെ എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി. സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചാണ്. സോ ഒരു ഡൈലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക മക്കളെ? ഉറപ്പായും കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? കപ്പാസിറ്റൻസ് കൂടും. ഉറപ്പായും കപ്പാസിറ്റൻസ് കൂടും. സോ നമുക്കറിയാം കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ എക്സ് സി ഈക്വൽ ടു 1/c ഒമേഗയാണ്. സോ കപ്പാസിറ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ത് ചെയ്യും? കുറയും. കപ്പാസിറ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറയും. കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറഞ്ഞു കഴിഞ്ഞാലോ? കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറഞ്ഞു കഴിഞ്ഞാലോ നമുക്കറിയാം കറണ്ട് എന്ത് ചെയ്യും? കറണ്ട് കൂടും. കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കൂടും. കറണ്ട് കൂടിയാലോ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും? ബ്രൈറ്റ്നസ് കൂടും. ബ്രൈറ്റ്നസ് വിൽ ഇൻക്രീസ്. ബ്രൈറ്റ്നസ് കൂടും. സോ ഇതിൽ ഏത് സാഹചര്യത്തിലാണ് മക്കളെ ബ്രൈറ്റ്നസ് കൂടുക? ഡി എന്ന് പറയുന്ന 4ാമത്തെ കേസിലാണ് ഈ സർക്യൂട്ടിലുള്ള ബ്രൈറ്റ്നസ് കൂടുക, ബൾബിന്റെ ബ്രൈറ്റ്നസ് കൂടുക എന്ന കാര്യം മനസ്സിലാക്കുക. പ്രധാനപ്പെട്ടതാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇവിടെ 4ാമത്തെ കേസിലാണ് ബൾബിന്റെ ബ്രൈറ്റ്നസ് കൂടുക എന്ന കാര്യം മനസ്സിലാക്കുക. കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ ഡൈലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ബൾബിന്റെ ബ്രൈറ്റ്നസ് കൂടുക എന്ന കാര്യം മനസ്സിലാക്കുക. റൈറ്റ്.
സോ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വർക്കൗട്ട് ചെയ്ത്. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് 7 മണിക്കാണ് ലൈവ്. സോ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം, ഗംഭീരമായിട്ട് പഠിക്കാം, കൂടെ ഉണ്ടായിരിക്കണം മക്കളെ. സോ കാണാം, നമുക്ക് ക്ലിഞ്ചർ ആക്കാം.